ഇപ്പൊ നായ്ക്കളെ കൊണ്ട് തന്നെയാണ് നായ് നടുക്കാട്ട് ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മോർണിംഗ് വീഡിയോ ഉണ്ടാ. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. നല്ല അടിപൊളി വീഡിയോ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കടി എന്താണെന്ന് വെച്ചാൽ ചാക്കേരിൻ്റെ പുട്ടാണ് കേട്ടോ. ചാക്കേരിൻ്റെ പുട്ട് നിങ്ങൾ ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും, പക്ഷേ ഉണ്ടാക്കാത്തവർക്ക് എങ്ങനെയാണ് നല്ലപോലെ ഉണ്ടാക്കൽ എന്നുള്ളത് കാണിച്ചു തരാം. ചാക്കേരിൻ്റെ പുട്ടും പിന്നെ കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചു തരാം. രാത്രി പുട്ട് എന്താ പറയുക, അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, പിന്നെ ഇതാ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒക്കെ രാത്രി ബാവാൻ്റെ പണിയാട്ടാ. അരി ബാവ വെള്ളത്തിലിടുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ അരി വെള്ളത്തിലിടുള്ളൂ കേട്ടോ. ഞാൻ രാത്രി വെള്ളത്തിലിട്ട് രാവിലെ കഴുകുള്ളൂ. ഇത് നല്ല അരിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ശേഷം വെള്ളത്തിലിടുക. നല്ല സുഖമാണ് നമുക്ക് രാവിലെ എടുത്ത് അരക്കാൻ. കടല അതേപോലെ തന്നെ കേട്ടോ, നല്ല കഴുകി ഫ്രഷാക്കി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കാം. ഞാൻ കടല ആദ്യം വേവിക്കട്ടെ. വീഡിയോ ഞാൻ തന്നെ എടുക്കണോണ്ട്. ഇത് ഇന്നലെ വൈകുന്നേരം കൊടുന്ന ബ്രെഡാണ്. പിന്നെ എൻ്റെ ഉപ്പിൻ്റെ പാത്രം കണ്ടില്ലേ, പൊട്ടി. അപ്പോൾ ലേശം ഉപ്പിടുക. ഇതാദ്യം ഇങ്ങനെ വേവിക്കട്ടോ. എന്ന് എല്ലാം കൂടി ഇട്ടിട്ടാണ് ഞാൻ വെക്കലുണ്ട്, പക്ഷേ ഇതൊന്ന് ഞാൻ ആദ്യം വേവിക്കണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിങ്ങനെ ഒരു ഓട്ടപാത്രത്തിൽ ഇങ്ങനെ ഊറ്റിയെടുത്തൊക്കെ കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇതിൻ്റെ വെള്ളം പോയതിൻ്റെ ശേഷം നമുക്കിതാ മിക്സിയിലിട്ട് ഇങ്ങനത്തെ ഈ ജാറിലാകുമ്പോൾ കുറച്ചും കൂടി ഒന്നും കൂടി പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ പൊടിക്കണ ചെറുതിൽ കാണിച്ചു തരാം. ഇതിലാവുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം. നിങ്ങളതൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിൽ എനിക്കൊരു അത്ര ഒരു ഇത് കിട്ടിയില്ല. നമ്മൾ അരക്കണ ജാറുണ്ടല്ലോ, ഇതിൽ നല്ല സൂപ്പറായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് വാരിയിടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല തരിയാക്കിയിട്ട് നല്ല അരച്ചെടുക്കണം, എന്നാലേ അതിൻ്റെ പൊട്ട് ശരിയാവുള്ളൂ കേട്ടോ. നല്ല അരച്ചെടുത്താലേ പൊട്ട് ശരിയാവുള്ളൂ. തരി ആയിക്കാണ്ട് എടുക്കാൻ പാടില്ല. അത് ഞാൻ അരച്ചിക്കാണ്ട് കാണിച്ചു തരാം. മിക്സി പേടിയുണ്ട്, മിഞ്ഞാന്ന് തന്നെ ഷോക്ക് അടിച്ചിരിക്കണം. അപ്പോൾ ഇതുണ്ടല്ലേ, നല്ല പൊടിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടാണ്. റേഷൻ പടിയിൽ നിന്ന് കിട്ടൂല നമുക്ക് ചോറുണ്ടാക്കുന്ന അരി, അതായിട്ടാണ് ബെസ്റ്റ് ഇട്ടാൽ. നമ്മളെ സാധാ കുറുവരി ആയിട്ടല്ല വെക്കൽ, റേഷൻ പടിയിൽ നിന്ന് കിട്ടണ അരി ആയിട്ടാട്ടോ. അതുണ്ടല്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതായിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല തേങ്ങ ഒക്കെ ഇട്ടുകൊണ്ട് കട്ടിപ്പത്തിരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ഉണ്ടാക്കലുണ്ടാവും, ഉണ്ടാക്കാത്തവർക്ക് കേട്ടോ. അതല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ആളെ കാണിച്ചു തരാം. ഇപ്പം എനിക്ക് പനിയാണ് കേട്ടോ. ഇപ്പം ഇതിന് മേലെ കയറിക്കുന്നു അല്ലേ. പണ്ട് കുട്ടിമോ കാലുവേദന ഷാക്ക് പനിയാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. രാത്രിയൊക്കെ നല്ല പനിയാണ്, നല്ല ചൂടുണ്ട് ഇതാ. അപ്പം ഞങ്ങൾ ഗുളിക കുടിച്ചു ഇപ്പോൾ ചായ അടിച്ചിട്ട്. നമുക്ക് വെളുത്തുള്ളി കൊടുത്തിട്ടില്ല, തക്കാളി കൊടുത്തിട്ടില്ല. എന്താ ചെയ്യണേ? നിലപ്പം പോയി കൊണ്ടുപോയി വെളുത്തുള്ളി തക്കാളി പറഞ്ഞല്ലോ. ഇതൊന്നും പറഞ്ഞു നോക്കട്ടെ. മല്ലിയില ഞാൻ വീഡിയോ എടുക്കേണ്ട ഇടയിൽ വിളിച്ചു തരാൻ മറന്നാ കേട്ടാ. അല്ലേ ഇപ്പം വരുമ്പോൾ കൊണ്ടുപോയിന് ലാസ്റ്റ് തന്നിട്ടാ. അപ്പം അരിപ്പൊടി പൊടിച്ചിട്ടിട്ടാ. അത്ര വേണ്ട, ഞാൻ ഇന്നലെ പറഞ്ഞത് കയറിയതാണ്. എന്നോട് എത്ര വെള്ളത്തിലിടേണ്ടി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2 ഇട്ടാളിയായിരുന്നു. അപ്പോൾ 2 വേണ്ട, 1.5 ആവശ്യമുള്ളൂ. ഞങ്ങൾ ആകെ 4 ആളല്ലേ ഉള്ളൂ. മോനും കുട്ടിമോനൊന്നും ഇല്ലല്ലോ, അല്ല മോനും മുത്തൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭാവിയും ഞാനും പൊന്നും കുട്ടിമോനല്ല, കുട്ടിമോനൊരു കഷ്ണം തിന്നുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഞാൻ എടുത്തുകൊണ്ട് ഒന്ന് വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അല്ല ഞാൻ പുളിച്ച ചുവ വരും, എന്താ വെച്ചാൽ പച്ചല്ല. അപ്പോൾ ഞാൻ വറുത്തുകാണ്ട് പകുതി എടുക്കുള്ളൂ. ഞങ്ങൾക്ക് പുട്ടിന് അത് മതി.
പിന്നെ പകുതി ഞാൻ വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് പിന്നീട് എടുക്കാമല്ലോ. ഇനി ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ഇനി എന്താ പറയുക, നമ്മൾ സാധാ പുട്ട് ഉതിർത്തുന്ന മൈക്ക് ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ഉതിർക്കപ്പഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കാണ്ട് ഒന്ന് ഇളക്കിയെടുക്കട്ടോ. ഇത് ഞാൻ എടുത്ത് വെച്ചതാണ് ഇനി ഫ്രിഡ്ജിൽ വെക്കാനുള്ളത്. ഉപ്പിട്ട് കാണ്ടേ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക. ഈ ഉപ്പും പാത്രം ഉണ്ടായിരുന്ന് ആണ് മറിഞ്ഞ്. അപ്പോൾ ഞാൻ വെള്ളം എടുക്കട്ടെ കേട്ടോ. ഒരു ലേശം കൂടി ഇങ്ങനെ ഇട്ടിക്കണ പൊടിയാണ്. തികയില്ലാന്ന് ഇങ്ങനെ തോന്നും, പക്ഷെ ഉണ്ടാക്കി വരുമ്പോഴേ അറിയുള്ളൂ തികയും എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഓവർ വേണ്ട, കട്ട പിടിക്കും. കണ്ടില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഉതിർത്തിയെടുക്കുക. നമുക്ക് പുട്ട് ഉതിർക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക് എത്ര വെള്ളം അങ്ങനെ ഒഴിക്കും. ലേശീച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ഒഴിച്ച് കാണും. പിന്നെ പണിയോ അഥവാ ഇതിലിപ്പോൾ പൊടി ഏറുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. പൊടി ഏറില്ലെങ്കിൽ നമ്മൾ പെടും. പിന്നെ അരിപ്പൊടിയൊക്കെ കൂട്ടണം. അരിപ്പൊടി കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ റെഡിയായി. ശരിക്ക് പുട്ടുപൊടി തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവണം എന്നാണ്. ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ റെഡി. ഇതിലേക്ക് തേങ്ങ ചിരണ്ടണം. ചിരണ്ടോ ഇനിയിപ്പോൾ നമ്മൾ റെഡി ആയിട്ടില്ല ചേച്ചിയുടെ ഒരു തുള്ളി വെള്ളം ചേർത്തോ എന്നാൽ അത് കട്ട പിടിക്കുകയും ചെയ്യും. അപ്പം ഞാൻ തേങ്ങ ചിരണ്ടട്ടാ അല്ല കുഞ്ഞോ. അപ്പം എന്തൊക്കെയാ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്താ? ഇന്നത്തെ അവസ്ഥ എന്താ പറഞ്ഞു കൊടുത്താ? പനിയൊക്കെ എങ്ങനെയുണ്ട്? പറഞ്ഞു കൊടുക്ക്. പനിയൊക്കെ എങ്ങനെയുണ്ട് പറഞ്ഞു കൊടുക്ക്. എന്തൊക്കെയുള്ളത് ഇപ്പോൾ? തലവേദന ഉണ്ട്. അത് കണ്ണമ്മ പറയുന്നുണ്ട്, കണ്ണൊക്കെ ചോന്നിക്കണ്. തലവേദന, പനി ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കണം. മാറിയില്ലെന്നല്ല, അല്ലെങ്കിലും കാണിക്കണം. ഗവൺമെൻറ്റിലാണ് ഞങ്ങൾ കാണിക്കൽ കേട്ടോ. പിന്നെ പുട്ടിൻ്റെ തൂക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളിതാ പണി കഴിഞ്ഞ് വന്ന് ആണ്ടേനെ പറഞ്ഞയച്ചു. എന്താ വെച്ചാല് വെളുത്തുള്ളിക്കല്ല വില അല്ലേ? പെരുമ്പല 100 ഗ്രാമിന് 25 രൂപ, 1 കിലോ 250 രൂപ. ഇതെവിടുന്ന പൊട്ടിച്ച്? എവിടുന്ന പൊട്ടിച്ച്? ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആളെ. പിന്നെ അടിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ കൊടുന്ന് നോക്കിക്കൊണ്ട് ചപ്പ്, തക്കാളി. ഉണ്ട്. ചപ്പ്, തക്കാളി, വെളുത്തുള്ളി ഒന്ന് എല്ലാ സ്ത്രീകളൊന്ന് ശ്രദ്ധിച്ച് ചിലവായിക്കോട്ടെ. ഞങ്ങൾ ആണുങ്ങളെ 250 രൂപയാണ് കിലോന്. കെയർഫുൾ. 250 ഉള്ളൂ. 100 ഗ്രാമിന് 25 ഉറുപ്പ് എടുക്കണം. 100 ഗ്രാമിനല്ലേ? അപ്പൊ ഞാൻ എന്താ വെച്ചാൽ പോകുന്നത് എന്താ വെച്ചാല് സാധാരണ ഈ സമയത്ത് വരാറില്ല. എന്താ വെച്ചാല് ഇന്നിവിടെ അടിപൊളി ചായം കടിയാന്ന് നമ്മൾ പറഞ്ഞു. എന്താ വെച്ചാല് പുട്ട് നമ്മളല്ലേ ചാക്കേരി പുട്ട് പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ പറയാ, ഞാൻ ഉണ്ടാക്കലുണ്ടെന്നില്ല. നമ്മൾ കുഞ്ഞുമോളാണ് ഇത് കാണിച്ചു തന്നെ ഫസ്റ്റില്ലേ. മിക്സിയിൽ പൊടിച്ചുകാണ്ട് പൊതുവെ കുഞ്ഞുമോളുണ്ടാകുമ്പോ ഇടക്കൊക്കെ ഓരോ കഷ്ണം തരലുണ്ട്. അയാളിപ്പോഴും കൊണ്ടുവരും. ഞാൻ അറിയില്ല, അത് കിട്ടലില്ല. ഞങ്ങളിപ്പോ മിഞ്ഞാന്ന് 2 ദിവസം മുന്നേ തിന്നിട്ടുള്ളൂ. ഓള് കേക്കുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് ചാക്കേരി പുട്ടും കടലക്കറിയാണ്. കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇക്കുള്ള തക്കാളി നെനീല, ചെറിയ വെളുത്തുള്ളി നെനീല. എനിക്ക് രാത്രി അറിയാന്ന് ഞാൻ മറന്നു. ഇവിടെ പറഞ്ഞു ഏതായാലും അടുത്തന്നെ കടലോട് കുഴപ്പമില്ല. അപ്പൊ ചൂടട്ടാനെ സംഭവം എന്നറിയാ, കറി പുട്ടുണ്ടാക്കണതിന് മുന്നേ കറി ആവണം. അല്ല ഞാൻ എന്താ സംഭവിക്കലറിയോ? കറി ആവണതിന് മുന്നേ പൊന്നില്ലതാ പുട്ട് മാത്രം എടുത്ത്. സംഭവം എന്താന്ന് പറഞ്ഞേ, എന്റെ ചെറുപ്പകാലത്തൊന്നും ഞങ്ങൾക്ക് കറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടായി വളർന്ന ആൾക്കാരാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ കറി എന്താന്നുള്ളത് ഞാൻ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കുറച്ച് വലുതായതിനു വെച്ചാണ് ശീലായി കറി ഇതിൽ കൂട്ടി കഴിക്കാന്ന് വരെ അറിയണത്. ഇപ്പൊ ഞാൻ കറി ഉണ്ടാക്കുമ്പോ ആളെ ചായ കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ കഴിഞ്ഞറിയില്ല. എന്നിട്ട് ആ കറി ബാക്കിയാവും ചെയ്യും. ഞാൻ ആ ആള് കൂട്ടല് വെച്ചാൽ കറിയൊക്കെ അത്രയും എടുത്ത് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും,
വാവ ഫുള്ള് കടി നിന്റെ ഇനി അറിയും എന്നിട്ട് കറി വാക്കിയാവും ചെയ്യും. അപ്പൊ എന്താ വെച്ചാല് ഇവര് ഈ കടി ഉണ്ടാക്കുമ്പോ മാളായാലും പണ്ടത്തെ കാലത്ത് ഉമ്മയായാലും അതിന്റെ അടുത്ത് നിന്ന് ആ ചൂട് കൊടുക്കുന്ന ആ ചൂടോടെ തിന്നുമ്പോ നല്ല രസമല്ല. പുട്ടായാലും ഓട്ടടായാലും ദോശ ചൂടോടെ തിന്നുമ്പോ രസമല്ലേ. ഞാൻ എന്റെ സത്യം പറയണ്ടേ, ഞാനൊരു 10-15 വയസ്സായിട്ടാണ് കുറെ ഞാനൊക്കെ എന്തെങ്കിലും കൊണ്ടുവരും. അന്നാണ് ഞാൻ കറി കൂട്ടിങ്ങാനാണ് ഇത് കഴിക്കല് എന്ന് ശരിക്കാരൻ. പണ്ടത്തെ കാലല്ലേ. അപ്പൊ ഓക്കെ നമ്മൾ നോക്കല്ലേ. അപ്പൊ നല്ല അടിപൊളി. ഇത് നമ്മളെ തേങ്ങനല്ലേ? നമ്മളെ തേങ്ങ. പുട്ടിന്റെ തൂക്കൊക്കെ അടികെട്ടി മറ്റേ പുളിങ്ങാത്തോടെ ഇവളെ ഇന്നോടുള്ള പരിക്കും ഇതിമ തീർക്കണ അല്ലല്ലോ. എന്ത് പരിക്ക് അയിമ തീർക്കാൻ മാത്രമുള്ള പരിക്കൊന്നുമില്ല, അതിലേറെ ഉള്ളൂ. ആ പുട്ടും കുറ്റിമ്പിലൊന്നും അമരൂല. അപ്പൊ ഇത് കിട്ടാതാകുമ്പോ വീട്ടിനാണ് അവളുടെ കൊണ്ടല്ല. 2 കഷ്ണം ഇട്ടുള്ളൂ. എന്താ വെച്ചാൽ പെട്ടെന്ന് പോകും. 3 കഷ്ണം ഇട്ടാ ഈ മേലത്തെ കഷ്ണം പോകൂല. അപ്പൊ എന്ത് ചെയ്യും, 2 കഷ്ണം ഇട്ടാൽ ഇതാ പെട്ടെന്ന് വെന്തിട്ടും. അല്ല അറിയാത്തത് പറഞ്ഞു കൊടുത്തത് എന്താ ചെയ്യരുത്, അങ്ങനെ വെള്ളത്തിലുണ്ട കാര്യങ്ങളൊക്കെ സാധാരണ ഇതാ വെള്ളത്തിലിട്ട് ഞാൻ കാണിച്ചു കൊടുത്ത്. അങ്ങനെ നല്ല പൊടിയണം, തരിയാക്കി എടുക്കരുത്. അപ്പൊ ബലം വെക്കും പുട്ട്. നല്ല പൊടിയണം. പ്രത്യേക ടേസ്റ്റാ. നല്ലൊരു എന്താ പറയാ ചോയാണ് ചോയ. പിന്നെ പൊന്നൂന്റെ കാര്യം പറഞ്ഞു ഇന്നത്തെ കാര്യം പറഞ്ഞു. ആളിവിടെ ഉണ്ട്, കുറച്ച് ക്ഷീണം ഉണ്ടാക്കിയതാ. എവിടെ ഏത് ഹോസ്പിറ്റലിലാ പോവാ? ഗവൺമെന്റ് പോവാ. ഗവൺമെന്റ് പോയാൽ മതിയില്ല. ഗവൺമെന്റ് ഇപ്പൊ സർക്കാരിലൊക്കെ ഏതെല്ലാം ആയിട്ട് മരുന്നുകളുണ്ട്. ഇപ്പോഴും നല്ല നമ്മള് കഴിഞ്ഞ സർക്കാരിലൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ. പണ്ടത്തെ കാലല്ല, പുറത്തു പോയി വാങ്ങുന്നു വേണ്ട. പക്ഷെ ആ പനിന്റെ ഗുളിക ഞമ്മക്കണ്ട് ഏൽക്കൂലല്ലേ? ഇല്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഡോക്ടറൊക്കെ പറയല്ലോ എന്താണ് 650 ഗുളിക വാങ്ങി കഴിക്കുക, ഗവൺമെന്റത്തെ ആന്റിബയോട്ടിക്കും കഴിക്കുക, അടിപൊളിയാവും. നമ്മളെ ഹൈർനീസ് ഡോക്ടറൊക്കെ പറയും പിന്നെ അല്ലേ 650 ഗുളിക ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കളിട്ടാണ് പെട്ടെന്ന് മാറിക്കോളും. അവർക്കും അറിയാം അങ്ങനെ ഡോസ് കുറവായതുകൊണ്ടേ. അതാണ് നല്ല ആവി പറക്കണ പുട്ട്. 2 കഷ്ണട്ടപ്പോ കണ്ടെങ്കിലേ അല്ലേ വേഗം വെന്തിട്ടില്ലേ. ഈ സാധനം ഇതാ പുട്ടിന്റെ തൂക്കിലിട്ട് ആ പുട്ടിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതെ, അതങ്ങനെ അതിനുള്ളിൽ കിട്ടില്ല. ഓക്കെ ഓക്കെ. ഞാൻ അടുത്തത് എല്ലാം 2 കഷ്ണം. 2 കഷ്ണം മതി. വലിയത് തോനിട്ടാൽ ഇതാ മേലത്തെ കഷ്ണം വേണ്ടല്ലോ. നല്ല കാത്തിക്കണ ആളും 2 ദിവസം തിന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കറിക്കുള്ളൊക്കെ റെഡിയാക്കി ചെയ്യണ്ട. എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? വല്ലുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പിൻ്റെ, തക്കാളി. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. കുക്കറിലല്ല, കുക്കറിൽ കടലല്ലേ, കടല വേവിച്ചാൽ കടല ഏകദേശം വെന്തുകണ്. ഏകദേശം അല്ല, ഫുള്ള് നെയ്ച്ചോറിന്റെ മണം എന്താ വെച്ചാല് നെയ്ച്ചോറിന്റെ ഓരലോടാണ്. അത് നെയ്ച്ചോറ് ഇഷ്ടല്ലേ? അതേമാതിരി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്ച്ചോറിന്റെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ മേടി അതെ തൂക്ക് പുളിങ്ങാത്തോടെ ഇന്നോട് എന്തെങ്കിലും ഒന്ന് ആഞ്ഞു മേടൂല. ഇല്ല, ആ സ്വഭാവമൊന്നുമില്ല. ഇതിനാണത്. നമ്മള് ഒരാളോട് ദേഷ്യം വെച്ചിക്കാണ്ട് ചിലവരുണ്ട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായ കുട്ടികളെ അടിച്ച് തമർത്തുക. അതിലൊന്നും ഒരു കാര്യമില്ല. ഇല്ല, ഈ കുട്ടികളടിക്കും. ഇമ്മാര് ഭർത്താവിനുള്ള ദേഷ്യത്തിന് അല്ലെങ്കിൽ അമ്മമാരുള്ള ദേഷ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ വിഷയം ഉണ്ടായാല് കുട്ടികളപ്പം എന്തെങ്കിലും ചോദിച്ചു വന്നാണ് കുട്ടികളെ അടിച്ചു പോകും. പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല. നമ്മളെ മക്കള് പാവങ്ങള് വേദനിക്കണ്. ആറ്റങ്ങള് ഈ വിഷയം ഒന്നും അറിയാതെ നമ്മൾ അടിക്കൂല് ഇതാവൂല. ഓല ഇതിലല്ല, അതിലിട്ടിക്കണ് ചെയ്യും. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിക്കണേ. എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ പോലും നമുക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാൽ കുട്ടികളെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ഞാൻ എൻ്റെ കുട്ടികളെ അടിക്കൂല. മുത്തുള്ളന്ന് ഞാൻ അങ്ങനെ മുത്തുവിനെ അടിച്ചിട്ട് താത്ത എന്നെ ചീത്ത അറിഞ്ഞാണ്.
താത്ത ചോദിച്ചാൽ കുഴിച്ച് ഞാൻ ഈറക്ക് കുട്ടീനെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയാം ഞാനത് ഞാൻ 1-2 വട്ടം ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷെ എനിക്ക് പിന്നെ തോന്നി എന്തിനാ ഞാൻ കുട്ടീനെ അടിക്കണേ, ഇത് നിങ്ങൾ ഇതിൽ ഒരിക്കലും ഇതിൽ പെടൂല. പിന്നെ എന്തിനാ നമ്മള് കുട്ടികളെ തല്ലണേ, ഭയങ്കര വിഷമമായിരിക്കും പിന്നെ. പക്ഷെ ഇന്ന് വരെ വർഷങ്ങളായി എൻ്റെ കുട്ടികളെ ഞാൻ തൊട്ടിട്ടില്ല. എന്ത് ദേഷ്യം വന്നാലും നമ്മളിത് പറഞ്ഞു തീർക്കുക എന്നല്ലാതെ നമ്മളെ മക്കളെ നമ്മൾ ദേഷ്യം മുഴുവൻ മക്കളെ തീർത്തിട്ട് കാര്യമില്ല. കുറച്ച് ഒച്ചക്കെട്ടിക്കാണ്ട് കുറച്ച് ചീത്തൊക്കെ പറഞ്ഞാണ്ട് ദേഷ്യം അടക്കുക എന്നല്ലാതെ കുട്ടികളെ വെച്ചുകൊണ്ട് ഈറ പോക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ. അപ്പൊ പതിവ് പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു വിസിറ്ററാണ്. ആള് തൂറ്റിച്ചും ആള് സാപ്പാടിന് കറക്റ്റ് ടൈമിൽ ഇത് ആള് ഇവിടെ എത്തും. അല്ലേ ഇനി എന്താ വേണ്ടേ? എന്ത് കൊടുത്താലും ചപ്പാത്തി തിന്നും, ദോശ തിന്നും, ഓട്ടട തിന്നും, പുട്ട് തിന്നും, എല്ലാം കൊടുത്താലും തിന്നും. പക്ഷെ ആളെല്ലാം അടുപ്പിക്കാൻ പറ്റില്ല, പാലിട്ട് പൊതിച്ചാ തോറ്റിച്ച. അതെ, അതാണ് പ്രശ്നം. നോത്തക്ക് വല്ല അടുപ്പിക്കാൻ പറ്റൂല, എവിടെയും മൂത്രം ഒഴിക്കണ പറയാൻ പറ്റൂല. ഭക്ഷണം കൊടുക്കുക, എല്ലാം ആട്ടുക. വേറെ നല്ല ഇണക്കം കാര്യങ്ങളൊക്കെ. മഴയൊക്കെ പെയ്യുമ്പോ എന്നാലും മാളിന് മടിയിലൊന്ന് കിടക്കണേ, നല്ല തണുപ്പൊക്കെ ആയപ്പോളേ. ഇടാ ഏടാ ഇനി മതിയായിട്ടില്ല. ആ മുറ്റത്ത് കൂടി ഇങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ പോണ ഇവിടെ നേരെ വരും. ഇപ്പൊ സാപ്പാടിന്റെ ഇതിലായതുകൊണ്ട് ഉണ്ടാത്തേ. ഇനി വേണോ, ഇനി വേണോ മീന്? ഇന്നലെ കിണറിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കട്ടാ, ഇങ്ങനെ പതുങ്ങി ഇരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ മുതൽ ഇങ്ങനെ ആക്കിട്ടാ. അപ്പൊ എന്റെ മുതൽ അപ്പൊ ഞാൻ ഒന്നുകൂടി ഇങ്ങനെ ആക്കി കൊടുത്തു. ഞാൻ ഒത്തുക്ക് വന്നിട്ടാ ഞാൻ കൊല്ലം നേരെ വന്നാണ് ഇവിടെ വന്നാണ് എന്താ പറഞ്ഞു നോക്കണേ, ഇങ്ങനെ ആക്കി മൂത്ത ഇങ്ങനെ കളിയാക്കി ഇങ്ങനെ ചിരിച്ചതാണ്. അപ്പൊ അവിടെ കിണറ്റിന്റെ അവിടെ ഓടി നിന്നാണ്ട് ഞാൻ പിന്നെ കൊലയുമ്പോ എന്തോ എടുക്കാൻ പോയതാണ്. അപ്പൊ കൊല അടുക്കള ഞാൻ ചിരിച്ചു, ഒറ്റക്ക് ചിരിച്ചേനെ. എന്താ അറിയോ, അത് ഒന്നും ഇല്ലായിട്ട് മുള്ളെടുത്ത് തിന്നാണ്. ഇറ്റുകൾ എത്ര നമ്മള് ഈ പാത്രത്തിൽ ഇട്ടെടുത്താലും പുറത്ത് വെച്ചിട്ട് ഇതിപ്പോ ആ പേപ്പർ അതിന് തിന്നാൻ വെച്ചെടുത്താണ്. അത് നേരെ ഓരോ ജീവികൾക്കും അതിന്റെ ഇതുണ്ടല്ലേ. ഇപ്പൊ നായ്ക്കളെ കൊണ്ട് തന്നെയാണ്, നായ് നടുക്കാട്ട് ചെന്നാലും നക്കിയെ കുടിക്കൊള്ളൂ. ഇറ്റുങ്ങൾ പാത്രത്തിൽ അതിന് എടുത്ത് വെച്ചിട്ട് തിന്നുള്ളൂ. പൊട്ടന്മാർ നമ്മള് നല്ല സ്ഥലത്താണ് ഇട്ട് കൊടുക്കണം, പക്ഷെ ആള് നിലത്തേക്ക് എടുക്കരുത്. പാവല്ലേ കുഞ്ഞിപ്പ, എന്താണ് ഞങ്ങളെ കുഞ്ഞിപ്പ? ഇത് പണിയുള്ള ആള്. അല്ല, രേഖ ടീച്ചർ നല്ല കേട്ടുകേട് പണിയുള്ളത്. തൊടുത്തു അപ്പോ അപ്പതാ പൊടി അംഗം തുടങ്ങാറായി. കുട്ടിമോടുത്തോ ചാക്കേരിന്റെ പുട്ടി എന്ന് പറഞ്ഞാല് അത് ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പൊ കഴിക്കലുണ്ടാവും. എങ്കിലും കൂടിയിട്ട് എന്തായാലും പ്രത്യേക ടേസ്റ്റ് ആണ്. കറിയൊന്നും ഇല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ പ്രത്യേക. ഇതിന് പുട്ടിന് കറിയാണ്. പിന്നെ ഞാൻ എനിക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്താണ്. അല്ലെങ്കിൽ എപ്പോഴും പരിപാടി കഴിഞ്ഞ് ഞാൻ ചുടുമ്പോ തന്നെ കഴിഞ്ഞ് 2 കുറ്റി പുട്ട് കഴിഞ്ഞ്. പൊന്നു വാ, പൊന്നു കേട്ടെ മോട്ടി വരി കുറച്ച് തിന്നാളെ, നമ്മ കഞ്ഞിണ്ടാക്കി തരാം. ബാ എന്നാ ബാ, അമ്മ വാരി തരാം. നല്ല രസമാണ്, നമുക്ക് ഉണ്ടാക്കണം. പൊടിയൻ്റെ ലേറ്റ് അതിൽ ഇങ്ങനെ പരത്തിയിട്ട് പത്തിരി ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നല്ല തോനെ തേങ്ങ ഒക്കെ ഇട്ടാല് കണ്ട. അപ്പോഴും കറി വെച്ചിട്ടില്ല, പിന്നെയാണ് ഒഴിക്കണത്. എന്നിട്ട് ഞാൻ ഈറടിച്ചില്ലണേ. എന്താണ് നിങ്ങള് കറി ഒഴിക്കാതെ കറി ബാക്കിയാവും പറഞ്ഞാണ്ട് കുട്ടിമോട്ടോ. കറി ഇല്ലാതെ കഴിക്കുന്നത് വേറെ ടേസ്റ്റും കറി ഉണ്ടായത് വേറെ ടേസ്റ്റും ഉണ്ട് അല്ലേ? രണ്ടും വേറെ. അങ്ങനെ എന്നാ തന്നെ ടേസ്റ്റ്. കടലക്കറി എന്താണ് വെറുതെ പറയല്ലേ? ഇതിപ്പോ എന്തൊക്കെ നടക്കാന്ന് പറയാൻ പറ്റില്ല, എത്ര കഷ്ണം കജ്ജൊന്നും പറയാൻ പറ്റില്ല. ആ അവസ്ഥയാണ്. ആയിക്കോട്ടെ, നമുക്ക് ചൂടഞ്ഞും പൊടി ബാക്കിണ്ട്. ഞാൻ മുനീറിനോടെ പെരേക്ക് ഒരുപ്പണ്ട് വരാം എന്ത് വെച്ച് ഒന്നല്ലോ ചെറിയ സാധനം എടുക്കാൻ പറഞ്ഞായിരുന്നു. ഇതാണ് വിഷയം. അതിന്റെ അടുത്ത് മുങ്ങിയതാലേ? മുങ്ങിയാണ്. ഓക്കെ അല്ലേ?
എനിക്ക് ഇഷ്ടാ ചാക്കേരി പുട്ട് ഇഷ്ടാ ഫുഡത്തെ മുട്ടയിട്ടാ ഓന് സൗണ്ട് പുറത്തേക്ക് വരില്ല കേട്ടോ മെല്ലെ പറയുള്ളൂ ഓന് അപ്പം ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമ്മളെ പൊന്നൂന് പനിയാണ് അവനെ ഡോക്ടറെ കാണിച്ചണം ഗവൺമെൻറ് കൊണ്ടുപോകണം ഗവൺമെൻറ്റിൻ്റെ നല്ല ചികിത്സ പ്രൈവറ്റ് വളരെ മോശമാണ് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ അതാ എല്ലാവരും ഇതാ ഫുഡ് കഴിക്കണം പൊന്നു ഇതാ വന്നിരുന്നാണ് പൊന്നിന് വലിയൊരു സുഖമൊന്നുമില്ല അതെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചായയും കിടക്കുന്നത് പറയേണ്ടി അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വിശേഷമായിട്ട് വരാം നാളെ അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ